പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശ് പറയുന്നുണ്ട്, നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടി അമ്മ മനഃപൂർവ്വം നിർബന്ധിച്ച് മാലയിടിച്ചതായിരുന്നു. പക്ഷെ അതിൻ്റെ പ്രതിഷേധം ഞാൻ കാണിച്ചിരുന്നു. അതായിരിക്കുമോ നമുക്ക് ഇങ്ങനെ തിരിച്ചടി കിട്ടാൻ കാരണം എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ്. അത് കേൾക്കുമ്പോൾ നയന പറയുകയാണ്, ഞാൻ മുത്തശ്ശനോട് സംസാരിച്ചിരുന്നു. മുത്തശ്ശൻ പറഞ്ഞത് ആദർശേട്ടന് ശനിദിശയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ശനിദിശ മാറാൻ വ്രതമൊക്കെ എടുക്കുന്നത് നല്ലതാണ്. വേറെ ഒരാൾ നിർബന്ധിച്ചിട്ടാണെങ്കിലും വ്രതം എടുത്തത് നന്നായി എന്നൊക്കെ പറയുകയാണ് നയന. ഇനി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ആദർശമായിട്ട് എന്നെ മനസ്സിലാക്കി തുടങ്ങിയല്ലോ, അതുപോലെ അമ്മയും എന്നെങ്കിലും എന്നെ മനസ്സിലാക്കും. ഇതൊന്നും ഇല്ലാത്തത് നവ്യേച്ചിയുടെ കാര്യത്തിലാണ്. നവ്യേച്ചി വലിയ സങ്കടത്തിലാണ് എന്നൊക്കെ പറയുകയാണ്. നവ്യയ്ക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. അത് അബി ഒരു ദിവസം ഭയങ്കരമായിട്ട് നവ്യേച്ചിയെ സ്നേഹിച്ചു. പക്ഷെ ഇപ്പോൾ അബിയുടെ സ്വഭാവം മാറി. മാലയിട്ടപ്പോൾ അബിയുടെ മനസ്സ് മാറി എന്നൊക്കെ ചേച്ചി മനസ്സിൽ വിചാരിച്ചപ്പോൾ അബി ഒരു തരുമ്പ് പോലും നവ്യേച്ചിയുടെ സ്നേഹം കാണിക്കുന്നില്ല. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എവിടേക്കോ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ആ പാല് അമ്മ കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് നവ്യേച്ചി കഴിച്ചേനെ. അങ്ങനെ നവ്യേച്ചി കഴിച്ചിരുന്നെങ്കിൽ നവ്യേച്ചിയുടെ വയറ്റിലെ കുഞ്ഞും പോയേനെ. നവ്യേച്ചി ഇപ്പോൾ അമ്മ കിടക്കുന്ന അവസ്ഥയിൽ കിടന്നേനെ. ഈ ഒരു കാര്യം നടക്കണമെന്ന് അനന്തപുരിയിൽ ആരോ ആഗ്രഹിച്ചിട്ടുണ്ട്. അബിയെയും അപ്പച്ചിയുമാണ് എനിക്ക് സംശയം. കാരണം അത് മുൻകൂട്ടി കണ്ടായിരിക്കും അവൻ ചേച്ചിയെ സ്നേഹിച്ചത്. അങ്ങനെ പല സംശയങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്. അബിയോ അല്ലെങ്കിൽ അപ്പച്ചിയോ അല്ലെങ്കിൽ അനാമികയോ അവളുടെ അമ്മയോ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തത്. എന്തായാലും ഇത് തെളിയിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ നയന പറയുകയാണ്. ഇത് ആദർശ് ആ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഏതായാലും ഞാൻ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ഒന്ന് പോകട്ടെ, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് നയന അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നയന പോയതിന് ശേഷം ആദർശ് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കുകയാണ്. ആദർശ് വേഗം അബിയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എൻ്റെ അമ്മ ഈ അവസ്ഥയിലാകാൻ നിനക്കും നിൻ്റെ അമ്മയ്ക്കും പങ്കുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാനും എൻ്റെ അമ്മയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അത് ചെയ്തവരാണ് ഏട്ടനെ തെറ്റിദ്ധരിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് എന്നൊക്കെ പറയുകയാണ് അബി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ നീ അങ്ങനെയല്ല, അതിനൊരുപാട് തെളിവുകൾ നീ തന്നിട്ടുമുണ്ട്. നീ മാലയിട്ടു എന്ന് കരുതി നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം ഇതിനു മുമ്പ് മാലയിട്ടപ്പോഴും പല തവണ നീ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. വ്രതം പല തവണ നീ തെറ്റിച്ചിട്ടുമുണ്ട്, അത് ഞാൻ കയ്യോടെ പിടിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിന്നെ എനിക്ക് നല്ല സംശയമുണ്ട്. അല്ലെങ്കിൽ അനാമികയോ അവളുടെ അമ്മയോ ഇവരെയെല്ലാം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് ആദർശ്. അപ്പോൾ അബി പറയുകയാണ്, ഞാൻ വ്രതം പല തവണ തെറ്റിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ വല്യമ്മ ഹോസ്പിറ്റലിലാകാൻ കാരണം ഞാനല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയുമില്ല. ചെയ്തവരാണ് തെറ്റി മറ്റുള്ളവരുടെ തലയിലാക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അബി. ഇത് കേൾക്കുമ്പോൾ ആദർശ് പറയുകയാണ്, നയന സത്യമുള്ളവളാണ്. ഒരുപാട് കാലമൊന്നും തെറ്റുകൾ നയനയുടെ തലയിൽ ചുമത്താമെന്ന് നിങ്ങൾ കരുതേണ്ട. എന്തായാലും ഒരിക്കൽ സത്യങ്ങൾ തെളിയും എന്നൊക്കെ പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ ജാനകിയും ജലജിയും അവിടെ ഇരിക്കുന്നുണ്ട്. അന്നേരം നേഴ്സ് അങ്ങോട്ട് വരികയാണ്. കുറച്ച് മരുന്നുകൾ വാങ്ങാനുണ്ട്, അതുകൊണ്ട് വേഗം തന്നെ മരുന്ന് വാങ്ങിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് മരുന്നിൻ്റെ ഷീറ്റ് ജാനകിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ജാനകി വേഗം ആ ഷീറ്റ് വാങ്ങിയിട്ട് മരുന്ന് വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അന്നേരം ജലജിയെ അബി വിളിക്കുകയാണ്. അമ്മേ, ഏട്ടൻ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കുടഞ്ഞു പോയിട്ടേ ഉള്ളൂ. പാലിൽ വിഷം കലക്കിയത് ഞാനാണെന്ന് ഏട്ടന് നല്ല സംശയമുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അനാമികയോ അവളുടെ അമ്മയോ ഇവരൊക്കെയാണ് ഏട്ടന് സംശയം എന്നൊക്കെ പറയുകയാണ് അബി. മിക്കവാറും നമ്മുടെ തലയിലാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് അബി. ജലജ പറയുകയാണ്, അവൻ്റെ ഭാര്യയുടെ തലയിലുള്ള കാര്യം ബാക്കിയുള്ളവരുടെ തലയിലാക്കാനാണല്ലോ അവൻ കഷ്ടപ്പെടുന്നത്, അവരോട് പോകാൻ പറ എന്നൊക്കെ പറയുകയാണ് ജലജ. സമയം നയന മുത്തശ്ശന് മരുന്നെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നയന ആദർശിന്റെ കൂടെ റൂമിൽ കിടക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ മുത്തശ്ശനോട് പറയുകയാണ്. മുത്തശ്ശൻ പറയുകയാണ്, മോൾക്ക് നല്ല ക്ഷീണമുണ്ട്, മോൾ അവിടെ തന്നെ കിടന്നോ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. നല്ല തണുപ്പുള്ള സമയത്ത് ആദർശ് തന്നെ കിടക്കുമ്പോൾ ഞാനോ ദേവയാനിയോ അവൻ്റെ കൂടെ കിടക്കാറുണ്ട്. കാരണം അവന് ശ്വാസം മുട്ടലുള്ളതാണ്, അതുകൊണ്ട് ഒരു ധൈര്യത്തിന് ഞങ്ങൾ കൂടെ കിടക്കാറുണ്ട് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. മുത്തശ്ശൻ പറയുകയാണ്, സാധാരണ ആൺമക്കൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അമ്മമാർ ആഗ്രഹിക്കുന്നത് മകനെ നല്ല സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടണേ എന്നാണ്. ഒരു പ്രാർത്ഥന പോലെ നല്ല സ്നേഹമുള്ള ഒരു പെണ്ണിനെ കിട്ടിയിട്ടും അത് മനസ്സിലാക്കാനുള്ള വിവേകം ദേവയാനിക്കില്ല. അതിൻ്റെ വിഷമങ്ങളാണ് മോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. സാരമില്ല മുത്തശ്ശ, ആദർശേട്ട ഇപ്പോൾ എന്നെ മനസ്സിലാക്കിയില്ലേ, അതുപോലെ എന്തെങ്കിലും അമ്മയെ എന്നെ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് നയന. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് സത്യം. ദേവയാനി എന്ന് മുതൽ നയനമോളെ സ്നേഹിക്കാൻ തുടങ്ങുന്നുവോ അന്ന് മുതൽ മാത്രമേ ദേവയാനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. അങ്ങനെ നയന നേരെ ആദർശിൻ്റെ റൂമിലേക്കാണ് പോകുന്നത്. അങ്ങനെ നയന പോകുന്നത് ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് അബി. റൂമിലെത്തിയ നയനയോട് ആദർശ് ചോദിക്കുകയാണ്, മുത്തശ്ശനും മുത്തശ്ശിയും റൂമിൽ കിടക്കാൻ സമ്മതിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ്. സമ്മതിച്ചു, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് വാതിലടയ്ക്കുകയാണ്. അബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതെന്തായാലും ഒരു അവസരമാണ്,
ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടും ഇങ്ങോട്ട് വന്നത് ഒരുമിച്ച് കഴിയാൻ വേണ്ടിയിട്ടാണ്. അഭി ജലജിയെ ഫോൺ ചെയ്ത് കാര്യങ്ങളെല്ലാം ജലജിയോട് പറയുകയാണ്. ട്രെയിനിലാണ് കിടക്കുന്നതെന്ന് നയന ആദർശിനോട് പറയുകയാണ്. അത് നിർബന്ധമുള്ള കാര്യമാണോ എന്നൊക്കെ ആദർശ് ചോദിക്കുമ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് നല്ല നിർബന്ധവും വാശിയും ഒക്കെ ഉണ്ട്. ട്രെയിനിൽ കിടന്നാൽ തണുപ്പടിക്കും എന്നൊക്കെ ആദർശ് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അത് ശീലമുള്ള കാര്യമാണ് എന്നൊക്കെ നയന പറയുകയാണ്. ആദർശ് പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കല്യാണത്തിന് തൊട്ട് മുമ്പാണ് ശബരിമലയ്ക്ക് പോകാനുള്ള നൊയമ്പെടുത്തത്. മുത്തശ്ശനും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് ഈ കുടുംബത്തിന് ചേരുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടണമെന്നായിരുന്നു. ഏതായാലും ഈശ്വരന്മാർ അത് മനസ്സറിഞ്ഞ് തന്നു എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്, ഈശ്വരന്മാർ ചതിച്ചു എന്നല്ലേ പറയാറുള്ളത് എന്നൊക്കെ പറയുകയാണ് നയന. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷെ അത് എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. എന്നെപ്പോലൊരു നല്ല ഭാര്യ എനിക്ക് ഇനി കിട്ടാനില്ല എന്നൊക്കെ പറയുകയാണ് ആദർശ്. ഇപ്പോൾ എൻ്റെ ആകെയുള്ള വിഷമം അമ്മ നിന്നെ മനസ്സിലാക്കുന്നില്ല എന്നതാണ്. എന്തായാലും അമ്മ ഒരിക്കൽ നിന്നെ മനസ്സിലാക്കും, നമുക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ ആദർശ് നയനയോട് പറയുകയാണ്. പിന്നീട് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ജലജ അങ്ങനെ ജാനകിയോട് പറയുകയാണ്, നീ അറിഞ്ഞോ, ആ ആദർശ് എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ തലയിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ അഭി എന്നെ വിളിച്ചിരുന്നു, എല്ലാ കാര്യങ്ങളും അവ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ജാനകി പറയുകയാണ്, അതെങ്ങനെയാണ് ശരിയാവുക, അവളല്ലേ പാല് കാച്ചി വെച്ചത്, അതുകൊണ്ട് അവൾ തന്നെയാണ് പാലിൽ വിഷം കലക്കിയത്, വേറെ ആരുമല്ല. അവൾ ചെയ്ത കുറ്റം മറ്റുള്ളവരുടെ തലയിലാക്കാൻ നോക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ജാനകി. അപ്പോഴേക്കും അഭി വീണ്ടും വിളിക്കുന്നുണ്ട്. അവൻ ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ, എന്താണ് വീണ്ടും വിളിക്കുന്നത് എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ജലജ ഫോൺ എടുക്കുകയാണ്. അമ്മേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അങ്ങേര് ഇങ്ങോട്ട് ഓടി പിടിച്ച് വന്നത് അയ്യപ്പൻ പാട്ട് കേൾക്കാനൊന്നുമല്ല, രണ്ടിനും കൂടി ഒരുമിച്ച് ഒരു റൂമിൽ കഴിയാൻ വേണ്ടിയാണ്. രണ്ടുപേരും കൂടി ഒരു റൂമിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഋജിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വലിയ അതിശയം. ആഹാ, അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇക്കാര്യം ചൂടോടെ വല്യമ്മയെ അറിയിക്കണം എന്നൊക്കെ പറയുകയാണ് അഭി. ജലജ ഇക്കാര്യം ജാനകിയോട് പറയുമ്പോൾ ജാനകി പറയുകയാണ്, എന്താ അവൾക്ക് എന്താ നാണമില്ലേ, അവൻ വിളിച്ചാലും അവളല്ലേ മാറിക്കിടക്കേണ്ടത്. അന്നേരം ജലജ പറയുന്നുണ്ട്, അവര് നമ്മളെ കുറ്റപ്പെടുത്താനല്ലേ സമയമുള്ളൂ, സ്വന്തം അമ്മയെ നോക്കാതെ വ്രതം തെറ്റിച്ചുകൊണ്ട് നടക്കുകയാണ്, ഏട്ടത്തിയെ അറിയിക്കണം എന്നൊക്കെ പറയുകയാണ് ജലജ. ഐസിയിൽ കിടക്കുന്ന ദേവ്യാനിയോട് എങ്ങനെയാ ഇക്കാര്യം പറയുന്നത് എന്നൊക്കെ ജാനകി തിരിച്ചു ചോദിക്കുകയാണ്. ഏട്ടത്തിയെ ഐസിയിൽ നിന്ന് റൂമിലേക്ക് മാറ്റുന്ന കാര്യം ഡോക്ടർ പറഞ്ഞിരുന്നു, റൂമിലേക്ക് മാറ്റിയ ഉടനെ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം പറയാം, അല്ലെങ്കിൽ നമ്മൾ അനന്തപുരിയിൽ നിന്ന് പോകേണ്ടി വരും. ഇപ്പം ഞങ്ങൾ പുറംപോക്കാണ്, താമസിക്കാതെ നിങ്ങൾ അതുപോലെ തന്നെയാകും എന്നൊക്കെ ജലജ ജാനകിയോട് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ജാനകി പറയുകയാണ്, ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എൻ്റെ മരുമകളെ അവൾ ഓടിച്ചിട്ട് അവൾക്ക് അവിടെ സുഖമായി ജീവിക്കാമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതേണ്ട. ഏട്ടത്തി വീട്ടിലേക്ക് വരുമ്പോഴേക്കും അവളെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യുമെന്ന് ജാനകി ജലജയോട് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ജലജയ്ക്കാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവർ പറഞ്ഞതുപോലെ തന്നെ ദേവിയാനിയെ റൂമിലേക്ക് മാറ്റുന്നുണ്ട്. ദേവിയാനി അവിടെ കിടത്തിയിട്ട് ഡോക്ടറും നഴ്സുമാരും അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം ദേവയാനി പറയുകയാണ്, എനിക്ക് ഇവിടെ കിടന്നിട്ട് മതിയായി, ഉടനെ തന്നെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറയുകയാണ്. അന്നേരം ജാനകി പറയുന്നുണ്ട്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഏട്ടത്തി, ഹോസ്പിറ്റൽ വാസം ആർക്കും ഇഷ്ടമില്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം ജലജ പറയുകയാണ്, ഈ സമയം ഏട്ടത്തിക്ക് ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്, വീട്ടിലേക്ക് പോയാൽ ഏട്ടത്തിക്ക് അതിനേക്കാൾ വിഷമമാവും എന്നൊക്കെ പറയുകയാണ്. അവിടെ എന്താ പ്രശ്നം, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ പറ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നിർബന്ധിക്കുകയാണ്. അന്നേരം ജലജ പറയുകയാണ്, ആദർശില്ലേ, അവ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് കഴിയാൻ വേണ്ടിയാണ്, ഇപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരു റൂമിലാണ് കഴിയുന്നതെന്ന് അഭി വിളിച്ചു പറഞ്ഞു എന്നൊക്കെ ജലജ പറഞ്ഞു. ജാനകിയും പറയുന്നുണ്ട്, ഏട്ടത്തി ഇത് സത്യമാണ്, സ്ഥിരം ഏട്ടത്തിയോട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഏട്ടത്തിക്ക് വലിയ വിഷമമാകും എന്നറിയാം, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, അവർ രണ്ടുപേരും കൂടി ഒരു റൂമിലാണ് കഴിയുന്നത് എന്നൊക്കെ പറയുകയാണ് ജാനകി. അന്നേരം ദേവ്യാനി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും വിശ്വാസമാവുന്നില്ല, കാര്യം ചെയ്യ്, എൻ്റെ ഫോണൊന്ന് എടുത്തുതാ, ഞാൻ ആദർശിനോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി. ഇപ്പോൾ ചോദിച്ചാൽ അവൻ സത്യം പറയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ജാനകി. അവൻ സത്യം മാത്രമേ പറയുകയുള്ളൂ, അവൻ മാലയിട്ടതല്ലേ, അവൻ കള്ളം പറയുകയാണെങ്കിൽ അതിൻ്റെ ഫലം അവൻ്റെ അമ്മയായ തനിക്കാണ് കിട്ടുക എന്ന് അവനറിയാം, അതുകൊണ്ട് അവൻ ഒരിക്കലും കള്ളം പറയില്ല എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അങ്ങനെ ആദർശം നയനയും കൂടി റൂമിൽ സംസാരിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ആദർശിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. ഈ സമയത്ത് ആരാണ് വിളിക്കുന്നതെന്ന് കരുതി ആദർശ് ഫോൺ എടുക്കുകയാണ്. അമ്മയാണ് ഫോൺ വിളിക്കുന്നതെന്ന് ആദർശ് പറയുന്നുണ്ട്. ഫോൺ എടുത്ത് കഴിയുമ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, എടാ നീ ഇപ്പോൾ എവിടെയാണ്, അമ്മയെ ഐസിയിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയോ എന്നൊക്കെ ആദർശ് ചോദിക്കുകയാണ്. അതൊക്കെ പിന്നെ പറയാം, നീ ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ ആദർശ് ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ റൂമിലാണ് അമ്മേ. നീ അവിടെ തനിച്ചാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് മറുപടി കൊടുക്കാൻ ഇത്തിരി താമസിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി നീ പറയാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി. അമ്മേ, ഞാൻ തനിച്ചല്ല, റൂമിൽ നയനയുണ്ട്, മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്, എനിക്ക് തണുപ്പടിക്കുമ്പോൾ ശ്വാസം മുട്ടൽ വരും, അതുകൊണ്ട് നയനയെ കൂടെ കിടത്താൻ മുത്തശ്ശൻ പറഞ്ഞു എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അതുപോലെ അവൾക്കും നല്ല തളർച്ചയൊക്കെ ഉണ്ട്, അവൾ എൻ്റെ കൂടെയല്ല കിടക്കുന്നത്, തറയിലാണ് എന്നൊക്കെ പറയുകയാണ് ആദർശ്. അപ്പോഴേക്ക് ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്.
ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞത്? 41 ദിവസം വേറെ റൂമിൽ കിടക്കാനല്ലേ? ഞാൻ ഫോൺ നയനയുടെ കയ്യിൽ കൊടുത്തേ എന്ന് പറഞ്ഞ് ദേവ്യാൻ ദേഷ്യപ്പെടുകയാണ്. അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.